സോ ഹലോ ഗൈസ്, വൺസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. സോ വീഡിയോയിലോട്ട് പോകണ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഫസ്റ്റ് വേണ്ടത് എൻഡ് ക്യാപ്പാണ്. ഈ എൻഡ് ക്യാപ്പ് 2 എണ്ണം വേണം. പിന്നെ ഈ ഓരോ എൻഡ് ക്യാപ്പും 63 mm 63 mm എൻഡ് ക്യാപ്പാണ്. സോ പിന്നെ വേണ്ടത് നമുക്ക് 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ് വേണ്ടത്. ഈ പൈപ്പ് കുറച്ച് ലെങ്ത് ഉണ്ടാവണം. പിന്നെ ഈ പൈപ്പ് നമുക്ക് ഫ്ലാറ്റ് ആക്കണം. ഫസ്റ്റ് ഞാൻ ചൂടാക്കിയിട്ട് പൈപ്പ് ഫ്ലാറ്റ് ആക്കിയാണ് സാധനം വെച്ച് അമർത്തി ഫ്ലാറ്റാക്കി. പിന്നെ ഇത് ഒന്ന് ബെൻഡ് ചെയ്യണം. നമ്മുടെ ഹെഡിൻ്റെ സൈസിൻ്റെ മാതിരി ഒരു ബെൻഡ് ചെയ്യണം. ഒരു പാത്രം എടുത്ത് ബെൻഡ് ചെയ്താൽ മതി. പാത്രത്തിൻ്റെ സൈസ് നമ്മളെ തലക്ക് കൊള്ളണം. അങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ ഒരു 1/2 സർക്കിളിൻ്റെ മാർക്ക് ഇട്ടിട്ട് അവിടെ കട്ട് ചെയ്യണം. നമ്മുടെ എൻഡ് ക്യാപ്പിൽ കൊടുക്കാനാണ്. 2 ഭാഗത്തും അങ്ങനെ ചെയ്യണം. 2 ഭാഗത്തും അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ 2 ഭാഗം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് സൂപ്പർ ഗ്ലൂവിനോട് ഒട്ടിച്ച് എൻഡ് ക്യാപ്പിൽ 2 എൻഡ് ക്യാപ്പും സൂപ്പർ ഗ്ലൂവിനോട് ഒട്ടിച്ചാൽ കുറേ നേരം നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ MC-ലോണ്ടും നല്ലോണം ഒട്ടിച്ച്. MC-ലോണ്ടും ഒട്ടിച്ചാൽ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുമ്പം പൊട്ടിപ്പോയില്ല വേഗം. അതിനെക്കൊണ്ട് കുറേ നേരം നിൽക്കും. പിന്നെ ഞാൻ അതിൻ്റെ നടുവിൽ MC-ൻ്റെ ഉള്ളിൽ കൂടെ 2 ഹോൾ ഇട്ടേക്കണ്. 2 എൻഡ് ക്യാപ്പിലും ഞാൻ കാണിച്ചു തരുന്ന മാതിരി. പിന്നെ ഞാൻ അതിന് ഒരു കളറടിച്ച് സ്പ്രേ പെയിൻ്റ് കൊണ്ട് കളറടിച്ച് ബ്രൗൺ കളറാണ് അടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തോ കളറും അടിക്കാം. പിന്നെ ഞാൻ ഒരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്ത്, ഞാൻ സാധാരണ എടുക്കുന്ന 3.7 വോൾട്ടിൻ്റെ ബാറ്ററി അല്ല എടുത്തത്. ഇത് നമ്മളെ എൻഡ് ക്യാപ്പിൽ കൊടുക്കാൻ പറ്റിയ ബാറ്ററി, പോളിമർ ബാറ്ററിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ആ ബാറ്ററി ഹോൾ ഗ്ലൂവിനോട് അവിടെ ഒട്ടിച്ചു. നല്ലോണം തന്നെ ഒട്ടിക്കണം. പിന്നെ ഞാൻ USB പോർട്ട് എടുത്തിട്ട് നമ്മുടെ ബാറ്ററി വെച്ചതിൽ ഞാനൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ ഹോട്ട് ഗ്ലൂ ആക്കുകയും ചെയ്തിട്ട് ഒട്ടിച്ചു അവിടെ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ചാർജിങ് മോഡ്യൂളാണ്. നമ്മളെ ബാറ്ററിൻ്റെ ചാർജിങ് മോഡ്യൂളാണ്. ഇനി ആ ചാർജിങ് മോഡ്യൂളിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മുടെ USB പോർട്ടിൻ്റെ പ്ലസും മൈനസും കൊടുക്കുകയും ചെയ്യണം. പിന്നെ ബാറ്ററിയിലേക്ക് ബാറ്ററിൻ്റെ പ്ലസും മൈനസും കൊടുക്കുകയും ചെയ്യണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ ഞാനെല്ലാം കൊടുത്തതിന് പിന്നെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ ചാർജിങ് മോഡ്യൂൾ ആ ബാറ്ററി മേൽ ഹോട്ട് ഗ്ലൂവിനോട് ഒന്ന് ഒട്ടിച്ചാളണം. അത് പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി എടുക്കുന്നത് നമ്മുടെ ആംപ്ലിഫയർ മോഡ്യൂളും പിന്നെ ബ്ലൂടൂത്ത് മോഡ്യൂളാണ് എടുക്കുന്നത്. ആ ആംപ്ലിഫയർ മോഡ്യൂളിൻ്റെയും ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെയും കണക്ഷനും കൊടുത്ത് പ്ലസും മൈനസും പിന്നെ നമ്മുടെ മറ്റേ കണക്ഷൻസും ഞാൻ കൊടുത്ത്. പിന്നെ ഞാൻ നമ്മുടെ എൻഡ് പൈപ്പിൽ അതിനൊരു ഹോൾ ഇട്ടിട്ട് നമ്മളൊരു സ്വിച്ചും വെത്തിനും ആ സ്വിച്ചിൽ ഒരു വയർ കണക്ഷൻ കൊടുക്കുകയും ചെയ്ത്. പിന്നെ ഞാൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു കണക്ഷന് നമ്മുടെ ചാർജിങ് മോഡ്യൂളിൻ്റെ മൈനസിലേക്ക് കൊടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസിലേക്കും കൊടുക്കാം. ഞാൻ മൈനസിലേക്ക് കൊടുത്ത്. പിന്നെ ഞാൻ നമ്മുടെ ആംപ്ലിഫയർ മോഡ്യൂളും ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ പ്ലസും മൈനസും ഒന്ന് പുറത്തോട്ട് എടുത്ത്. പിന്നെ ആംപ്ലിഫയർ മോഡ്യൂളിൻ്റെ ഞാൻ പറഞ്ഞില്ലേ മൈനസ് ഞാൻ ഇതിലൊക്കെ അതിനും കൊടുത്തതെന്ന് ചാർജിങ് മോഡിലേക്ക്. പ്ലസ് നമ്മളെ ചാർജിങ് മോഡിലേക്കും കൊടുക്കണം. പിന്നെ മൈനസ് നമ്മുടെ സ്വിച്ചിലേക്കും കണക്ഷൻ കൊടുക്കണം. പിന്നെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂളും ആംപ്ലിഫയർ മോഡ്യൂളും നമ്മുടെ ആ സ്ഥലത്ത് ഹോട്ടലിനോടൊന്ന് ഒട്ടിച്ചാളണം. അത് പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുക്കുന്നത് 2 സ്പീക്കറാണ്. ഇത് ഹെഡ്സെറ്റിൻ്റെ സ്പീക്കേഴ്സ് തന്നെയാണ് ഇത്. പിന്നെ ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ ഉള്ള ഞാൻ എടുത്ത്. പിന്നെ ഒന്നിന് പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു മറ്റേ കമ്പി എടുത്ത് പ്രൊട്ടക്ഷൻ ആക്കി. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ആംപ്ലിഫയർ മോഡ്യൂളിൽ നിന്ന് വരുന്ന പ്ലസും മൈനസും ഞാൻ സ്പീക്കറിൻ്റെ പ്ലസും മൈനസും 2 സ്പീക്കറിലേക്കും കണക്ഷൻ കൊടുത്ത്. ഒരു സ്പീക്കറിൻ്റെ കണക്ഷൻ ഞാൻ ഒരു ഹോൾ ഇട്ടില്ലേ, നമ്മൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് റൈറ്റ് സ്പീക്കറിലേക്കും കണക്ഷൻ കൊടുത്തു. അങ്ങനെ 2 സ്പീക്കറും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു സർക്കിൾ കട്ട് ചെയ്ത് ഈ സർക്കിൾ നമ്മളെ എൻഡ് ക്യാപ്പിൻ്റെ സർക്കിളിൻ്റെ ഇതാണ് അളവാണ്.
പിന്നെ അതിൻ്റെ നടുവിൽ നമ്മളെ സ്പീക്കറിൻ്റെ അളവിലും ഒരു കട്ട് ചെയ്ത്. പിന്നെ ഞാൻ ആ സർക്കിളിൻ്റെ അളവിൽ ഞാൻ 4 സ്പോഞ്ചും കട്ട് ചെയ്ത് 2 സ്പോഞ്ച് ഒരു സർക്കിളിന് അങ്ങനെ. പിന്നെ ഞാൻ ഇതൊരു ബ്ലാക്ക് തുണി എടുത്തിട്ട് ഒരു ഹെഡ്സെറ്റിൻ്റെ നമ്മുടെ ഇയർ പാഡാക്കിന് മാറ്റിനും. ഞാൻ പറഞ്ഞില്ലേ ഇനി ഇയർ പാഡ് ഉണ്ടാക്കിയെന്ന്. അത് ഇങ്ങനെ ഇയർ പാഡ് ഉണ്ടാക്കിയിട്ട് ഞാനവിടെ നമ്മുടെ എൻഡ് ക്യാപ്പിൽ ഒട്ടിച്ച് 2 എണ്ണം. പിന്നെ ഞാൻ നമ്മുടെ തല വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഫ്ലാറ്റാക്കിയ പൈപ്പിലിന് അവിടെ ഞാൻ കുറച്ച് സ്പോഞ്ച് വെച്ചിട്ട് സെല്ലോ ടോപ്പിനോട് ചുറ്റി പിന്നെ ഇങ്ങനെ ആക്കി. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ചാനൽ പുതിയ ഒന്നുമില്ല ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.